പോകുന്ന ഒന്ന്, നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റിനെ എവറി വീക്ക് നമ്മൾ പരിചയപ്പെടാറുള്ള നമ്മുടെ തന്നെ ലീഡേഴ്സിൽ നിന്നുള്ള അല്ലെങ്കിൽ അച്ചീവർ ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെ നമുക്ക് പരിചയപ്പെടണം. അദ്ദേഹത്തിന്റെ ബിസിനസ് നാൾ വഴികൾ നമുക്കറിയണം. അതിനുശേഷം ആണ് നമ്മുടെ ഒരു പ്രധാന ഘട്ടം വരുന്നത്. നമ്മുടെ ഒരു ടീമിന്റെ കപ്പിത്താൻ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ടീമിനെ ഇതുവരെയും നയിച്ചു കൊണ്ടുപോയിട്ടുള്ള നമ്മൾ പ്രിയപ്പെട്ട നമ്മൾ ബഹുമാനപൂർവ്വം വിളിക്കുന്ന ആർ കെ സാർ, ഇഷ്ടത്തോടു കൂടി വിളിക്കുന്ന നമ്മുടെ ആർ കെ സാറിനെയും നമുക്ക് അഭിസംബോധന ചെയ്യാനുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും കൂടി ചെയ്തുകൊണ്ട് നമ്മുടെ മോർണിംഗ് മീറ്റ് വൈൻഡപ്പ് ആകും. കുറച്ച് സമയം മാത്രമേ നമുക്ക് കാണൂ. അപ്പൊ ഞാൻ സമയം കളയുന്നില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് ഇന്നത്തെ ഈ ഞായറാഴ്ചയിലെ സ്പെഷ്യൽ ഗസ്റ്റിനെ വിളിക്കാനുണ്ട്. അത് പറയുമ്പോൾ ഒരു പക്ഷേ എനിക്കൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറയാനുള്ളത്, പലപ്പോഴും നമ്മളൊക്കെ സംബന്ധിച്ച് നമുക്ക് കടം എന്ന് പറയുന്നത് നമുക്ക് ഉറക്കം കിട്ടാത്ത രാത്രികൾ സമ്മാനിക്കാറുള്ളതാണ് ഈ വിവക്ക് മുമ്പ് അല്ലേ. പക്ഷെ ഒരു മനുഷ്യന്റെ കടം ഇത്ര കണ്ട് ആഘോഷിച്ചത് ഈ ഒരു മനുഷ്യന്റെ മാത്രമായിരിക്കും. 92 ലക്ഷം രൂപ കടം എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ തലയിൽ കൈവച്ച് പോകുന്ന അല്ലെങ്കിൽ നമ്മളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറത്തുള്ള ഒരു വ്യക്തി ഇന്ന് ഈ ബിസിനസ്സിലൂടെ വന്ന് 1,90 ലക്ഷത്തിന് മുകളിൽ വരുമാനം വാങ്ങിക്കൊണ്ട് നിൽക്കുമ്പോൾ തീർച്ചയായും നമുക്ക് അറിയേണ്ടതുണ്ട് എങ്ങനെയാണ് ഈ ഒരു മാജിക് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതെന്ന്. ഒരു പക്ഷേ നമുക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ചെറിയ 10,000-ങ്ങളും 20,000 കടങ്ങളുള്ളവർ പോലും അത്ഭുതത്തോടു കൂടി അല്ലെങ്കിൽ സങ്കടത്തോടു കൂടി പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ആ വ്യക്തിയുടെ ഒരു 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 വഴി, ഒരു ജേണി നമുക്ക് അറിയേണ്ടതുണ്ട്. 6 വർഷം കൊണ്ട് അദ്ദേഹം എങ്ങനെ മാറി എന്ന് നമുക്കറിയാം. ഐ വെൽക്കം മിസ്റ്റർ റാഷിദ് സർ ടു ദ സ്ലോ. ഗുഡ് മോർണിംഗ് സർ ആൻഡ് വെൽക്കം. ഇത് കോസ്റ്റാക്കിനോ? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എൻ്റെ സെക്കൻഡ് ലിങ്ക് എന്നൊന്ന് അൺമ്യൂട്ട് ചെയ്യാവോ? അല്ല, കോസ്റ്റ് ആക്കിയാൽ മതി. റൈറ്റ് സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്. മുഫീദ് എന്ന അബ്ദുൾ സമദ് എഴുതിയ നെയിമിൽ. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് സവിത മാഡം. എൻ്റെ വോയിസ് ഓക്കെ അല്ലേ? യെസ് സർ, വോയിസ് ഓഡിബിൾ ആണ്. രണ്ട് ലിങ്കിലും ഓക്കെ അല്ലേ? അത് സെക്കൻഡ് ലിങ്കിലുള്ളവരൊന്നും ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്താൽ നന്നായിരിക്കും. ജസ്റ്റ് താങ്ക് യു വെരി മച്ച്. ഓക്കെ സർ, സാറിന്റെ വോയിസ് ഓഡിബിൾ ആണ്. സാറിനെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളത് ഒരു പക്ഷേ പുതുതായിട്ട് വന്ന ആളുകൾക്കും എക്സിക്യൂട്ടീവ് ബ്ലൂ ഡയമണ്ട് എന്ന നിലയിൽ മാത്രമേ അറിയുള്ളൂ. അപ്പൊ നമുക്ക് കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ബിസിനസിന്റെ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. നമുക്ക് മുമ്പിൽ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ അറിഞ്ഞ റാഷിദ് സാർ ഇന്ന് നമ്മൾ കാണുന്ന ഒരു ബ്ലൂ ഡയമണ്ട് ആണ്. ഇതിനു മുമ്പത്തെ ഒരു കഥ ചെറുതായിട്ട് കേട്ടിട്ടുണ്ട്. ചെറുപ്പത്തിലെ ഉപ്പ നഷ്ടപ്പെട്ടു പോയ വ്യക്തിയാണ്. നമ്മുടെ ഒരു മുഖം അവിടെ ഒരു നല്ല രീതിയിൽ അറിയപ്പെടുന്ന ഫാമിലിയാണ് സാറിൻ്റെത്. പക്ഷെ എന്തുകൊണ്ട് സാർ ഈ ഒരു ബിസിനസ്സിൽ ഒരു പക്ഷേ താങ്കൾക്ക് പ്രചോദനമായിട്ടുണ്ടാവുക ആ ഒരു വഴിയായിരിക്കും. എന്തുകൊണ്ട് ഉപ്പയുടെ കാലശേഷം ഒരു ദാരിദ്ര്യത്തിലേക്ക് സാറിന്റെ ഫാമിലിക്ക് പോകേണ്ടി വന്നു? എന്താണ് ഒരു ബിസിനസ് മാൻ ആറ്റിറ്റ്യൂഡ് സാറിന്റെ ഉള്ളിൽ വരാനുള്ള ഒരു കാരണം? ഞാൻ പ്രതീക്ഷിച്ച പല ചോദ്യങ്ങളുണ്ടായിരുന്നു. പ്രതീക്ഷിച്ച ചോദ്യങ്ങളൊന്നല്ല വന്നത്, പ്രതീക്ഷിക്കാത്തതാണ്. എന്നാലും പറയുന്ന നിർബന്ധമായതുകൊണ്ട് പറയാം. സ്വാഭാവികമായിട്ടും ഫാദർ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അവസ്ഥകൾ, അപ്പം അത് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഫാദർ എന്ന് നമ്മൾ പറയല്ലേ, വീടിൻ്റെ എല്ലാമായിരുന്ന വ്യക്തി ഒന്ന് ഇല്ലാതായി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരവസ്ഥ. പിന്നെ നമ്മൾ ആ രീതിയിലേക്ക് പോയി. ഞങ്ങൾ 5 മക്കളാണ്. എൻ്റെ അനിയൻ ഫാദറിനെ കണ്ടിട്ടില്ല. അവൻ ഉണ്ടാവുന്നതിന് മുമ്പ് ഉപ്പ മരിച്ചു. അപ്പം അങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ടുള്ളൊരു ജീവിതം എന്ന് പറഞ്ഞാൽ ആൾ ഗൾഫിലേക്ക് പോകാൻ വേണ്ടിയൊക്കെ നിൽക്കുന്ന സമയത്ത് ഓൾറെഡി ബിസിനസ്സുകാരനായിരുന്നു. അപ്പോൾ അതിനിടയിൽ ഗൾഫിലേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നു. ഗൾഫിൽ പോകാൻ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു അറ്റാക്ക് എന്നൊരവസ്ഥ വന്നു. അതിൽ പെട്ടെന്ന് മരിക്കുന്നത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ഉപ്പൻ്റെ മടിയുള്ള സമയത്താണ് ആൾക്ക് അസുഖം വരുന്നത് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എനിക്കും കണ്ട ഓർമ്മയൊന്നുമില്ല. എൻ്റെ 2ാം വയസ്സിലെങ്ങനെയാണ് ഉപ്പ മരിക്കുന്നത്. ഏതായാലും അവിടെ നിന്ന് അങ്ങോട്ട് ഉള്ളൊരു ജീവിതം എന്ന് പറഞ്ഞാൽ അറിയാലോ, നമുക്ക് കുടുംബം പുലർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആൾ നഷ്ടപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും ആ ഉത്തരവാദിത്വം ഉമ്മ ഏറ്റെടുക്കാനുണ്ടാവുക. അപ്പം നമ്മളതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ താമസം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പറയുമ്പോൾ വലിയ തറവാട്ടിൽ ജീവിച്ച, ഞങ്ങളുടെ നാട്ടിലെ വലിയ തറവാട്ടിൽ ജീവിച്ച ആളുകളാണ് ഞങ്ങൾ. എങ്കിൽ പോലും അതോട് കൂടിയിട്ട് അവിടെ നിന്ന് മാറ്റപ്പെടേണ്ടി വന്നു. പിന്നീട് ഞങ്ങൾ സ്ഥലം വാങ്ങി വീട് വെക്കാൻ നിൽക്കുന്ന ഒരു സമയത്താണ് ഉപ്പ മരിക്കുന്നത്. പിന്നെ നമുക്ക് അവിടുത്തെ എന്താ പറയുക, ഒരു പീടിക കൊലായിൽ നമ്മൾ തുണിയൊക്കെ കെട്ടി അവിടെ ജീവിക്കേണ്ട അവസ്ഥ വന്നു. പതിയെ ഒരു വീട് സെറ്റായി. അവിടെ ആയിരുന്നു ജീവിതം കാര്യങ്ങളൊക്കെ. 10ാം ക്ലാസ് വരെ നല്ല രീതിയിൽ ഉമ്മ പഠിപ്പിച്ചു. അവിടെ നിന്ന് അങ്ങോട്ട് പഠിപ്പിക്കാനുള്ള സാഹചര്യം നമുക്ക് അത്ര ഇല്ലായിരുന്നു. കാരണം നമുക്ക് പ്രത്യേകിച്ച് ജോലിയും കാര്യങ്ങളൊന്നും പുറത്ത് പോയി ചെയ്യാനൊന്നും പറ്റില്ല. കാരണം കുടുംബക്കാരുടെ ഇടയിലൊക്കെ അത് വലിയൊരു വിഷമമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ ഉള്ളതുകൊണ്ട് +1ഉം +2 ഒക്കെ ഞാൻ ക്ലാസ്സിൽ പോയിട്ടുണ്ട്. +1 ഏകദേശം 3 മാസം ഞാൻ ക്ലാസ്സിൽ പോയിട്ടുണ്ട്. പക്ഷേ എക്സാം എഴുതി ഞാൻ പാസ്സായിട്ടുണ്ട്. +2 തീരെ ക്ലാസ് പോയിട്ടില്ല. എക്സാം എഴുതി ഞാൻ പാസ്സായിട്ടുണ്ട്. അത് പാസ്സായതൊക്കെ കോപ്പി അടിച്ചതാണ്. പക്കാ കോപ്പി അടിക്കാൻ നമുക്ക് എന്തായാലും പഠിക്കാനുള്ള സാഹചര്യമില്ല, അതിനെ കോപ്പിയിൽ അടിക്കണ്ടേ. അപ്പോൾ അതൊക്കെ ഇവിടെ ഉപകാരപ്പെട്ടെന്നുള്ളതാണ്. മൊബൈൽ മെക്കാനിക്കാണ്. മൊബൈൽ നന്നാക്കാനൊന്നും അറിയില്ല, പക്ഷേ മെക്കാനിക്കാണ്, സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇതാണ് എൻ്റെ ഒരു അവസ്ഥ. അവിടെ മുതലേ ചെറുപ്പം മുതലേ ജോലിക്ക് പോകുന്നുണ്ട്. 10ാം ക്ലാസ്സിൽ നിന്നും ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്. സ്കൂളിൽ ക്ലാസ്സിലെ എന്താ പറയുക, പിന്നെ
നമ്മൾ പറയുക ലീഡറായിരുന്നു. 9ാം ക്ലാസ്സിലും ലീഡറായിരുന്നു, 10ാം ക്ലാസ്സിലും ലീഡറായിരുന്നു. പഠിച്ചുകൊണ്ട് ആ ലീഡർഷിപ്പ് ഒന്നുമല്ല. കുട്ടികൾക്ക് എല്ലാ സ്റ്റുഡൻസിനും ഞാൻ ലീഡറാകുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെ എന്നെ സംബന്ധിച്ച് ഈ ബിസിനസ്സിൽ എന്ത് ചെയ്തു, മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ ക്ലാസ്സിൽ വരാത്തതും കട്ട് ചെയ്തതുമായിട്ടുള്ള സ്റ്റുഡൻ്റ് ആരെന്ന് ചോദിച്ചാൽ ലീഡറായിരുന്ന ഞാൻ തന്നെ ആയിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് പ്രത്യേകതകളുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. എന്നാൽ ഇന്ന് നോക്കുന്ന സമയത്ത് എൻ്റെ വന്ന വഴികളൊക്കെ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ചെറുപ്പത്തിൽ മുക്കം അങ്ങാടിയിൽ തന്നെ ചായപ്പൊടി ഹോൾസെയിൽ വിൽക്കുന്ന കടയിൽ 60 രൂപയ്ക്ക് ജോലി ചെയ്തിട്ടുണ്ട്. കാരണം എനിക്കത് കിട്ടും. എൻ്റെ സാഹചര്യം എങ്ങനെയാണ്. പതിയെ അവിടെ നിന്ന് ഇതും ഫുഡ് വെയറിലേക്ക് മാറി, അവരെ തന്നെ ഫുഡ് വെയറിലേക്ക് മാറി, പിന്നെ ടെക്സ്റ്റൈൽസിലേക്ക് മാറി. ഇങ്ങനെ മാറി അതൊക്കെ കയറ്റം കിട്ടി എന്ന് പറയുന്ന അവസ്ഥയിൽ ചെറിയ ശമ്പളം കൂടി കിട്ടി. കോഴിക്കോട് ഞാൻ 10ാം ക്ലാസ്സിൽ മുതൽ കോഴിക്കോട് ഞാൻ ഇപ്പം നമ്മൾ സാസ് റെസിഡൻസിയിൽ മോർണിംഗ് VIP നടത്താറുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള പള്ളിയുണ്ട് നമ്മൾ പോകുന്നത്, അതിൻ്റെ തൊട്ടടുത്തുള്ള ഹോട്ടൽ താഴായിരുന്നു. അവിടെ ഞാൻ 60 രൂപയ്ക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. അവിടെ സപ്ലയർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ലൈഫിൽ ഇങ്ങനെ പല കാര്യങ്ങളും വന്ന് പോയിട്ടുണ്ട്. അവിടെ മുതൽ ചെറുപ്പം മുതലുള്ളൊരു വാശിയായിരുന്നു എന്തെങ്കിലുമൊക്കെ ആവണം എന്നൊക്കെ ഉള്ളത്. ജോലി ചെയ്ത് ഇവിടെ എത്തൂലെന്നും അറിയാം. എനിക്കാണെങ്കിൽ ജോലി ചെയ്യാൻ ഇഷ്ടവുമില്ല. അപ്പോൾ ഇങ്ങനത്തെ വല്ലാത്തൊരു അവസ്ഥയുണ്ട്. എന്നാലൊന്നും ആവാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ എന്തൊക്കെയോ ബിസിനസ് തുടങ്ങി മൊത്തം പൊട്ടി പാളീസായിട്ടാണ് വിവയിലേക്ക് എത്തുന്നത്. ഓക്കെ, യെസ്, അതാണ് സാറിനോട് എനിക്ക് ചോദിക്കാനുള്ള അടുത്ത ചോദ്യം. ഒരു 10ാം ക്ലാസ് മുതൽ ഓരോ ജോലിയിലൂടെ കടന്നു പോയി എന്ന് പറഞ്ഞു. 92 ലക്ഷം കടത്തിലേക്ക് എത്തിക്കാൻ സാർ എന്തൊക്കെ ബിസിനസ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ കടത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ചെയ്തതല്ല, രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തതാണ്. അത് അങ്ങോട്ട് എത്തി എന്നുള്ളതാണ്. ഞാൻ KG എന്നൊരു ഗ്രൂപ്പ് എനിക്കുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേര് കൂടിയിട്ട് എന്താ പറയുക, സേലം വഴി അവിടുത്തെ സെറ്റപ്പോട് കൂടിയിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടി തുടങ്ങിയ ഒരു ഇലക്ട്രോണിക്സിൻ്റെ ഹോൾസെയിൽ കച്ചവടമുണ്ട്. പല ഷോപ്പുകളും പാരിക്കോട്, മുക്കം, കോഴിക്കോട് പല ഭാഗങ്ങളിലും എനിക്കിപ്പോഴും അതിൻ്റെ ഫണ്ട് എവിടെ നിന്നൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ കച്ചവടം ഉണ്ടായിരുന്നു. അതുപോലെ ട്രാവൽസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എഡ്യൂക്കെയർ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കാണാറില്ലേ, ഇംഗ്ലീഷ് നിങ്ങൾക്ക് 10 ദിവസം കൊണ്ട് പഠിക്കാം, 15 ദിവസം കൊണ്ട് പഠിക്കാം. അപ്പോൾ ഞാനവിടെ എൻ്റെ പരസ്യമൊക്കെ ഉണ്ടായത് പല ഭാഗത്തും 10-15 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ക്ലാരിറ്റി പഠിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മണി ബാക്ക് ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് ഇംഗ്ലീഷ് ഒന്നും പറയാൻ അറിഞ്ഞിട്ടില്ല, അറിയുന്ന ആളെ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു നമ്മൾ മൂവ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ലീ ബ്രാൻഡിൻ്റെ സെക്കൻഡ് കോപ്പി ഹോൾസെയിൽ കച്ചവടം ഉണ്ടായിരുന്നു. ഇതിനിടയിൽ സൗദിയിൽ മൊബൈൽ ഷോപ്പ് ഫാമിലിയുടെ ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ തിന്നത്. കുറച്ചുകൂടി വലിയ രീതിയിൽ എന്തെങ്കിലും ആവണം, ചെറിയ മോശമില്ലാത്ത ലെവലൊക്കെ പോകുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഒരു ഡ്രസ്സിൻ്റെ ലേഡീസ് ആയിട്ട് ബന്ധപ്പെട്ട് ഉള്ള അവരെ കോസ്റ്റ്ലി ആയിട്ടുള്ള വെഡ്ഡിങ് ഡ്രസ്സുകളൊക്കെ ഹോൾസെയിൽ വിൽക്കുന്ന ആളുകൾക്ക് സാധനം എത്തിച്ചു കൊടുക്കുന്ന കച്ചവടം തുടങ്ങി. നല്ല രീതിയിൽ പ്രോഫിറ്റ് കാര്യങ്ങൾ വരാൻ തുടങ്ങി. പ്രോഫിറ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് വീണ്ടും നമ്മൾ ഫണ്ട് അറേഞ്ച് ചെയ്യും. ഇപ്പോൾ മാസം 1 ലാഖിന് ഒരാൾക്ക് 3000 കൊടുത്ത ആൾക്ക് 1 ലാഖിന് 5000 കൊടുക്കുമ്പോൾ അയാൾക്ക് കൂടുതൽ ഫണ്ട് അറേഞ്ച് ചെയ്യും. അയാൾക്ക് വീണ്ടും നമ്മൾ 8000 കൊടുക്കുമ്പോൾ വീണ്ടും അറേഞ്ച് ചെയ്യും. അങ്ങനെ 10-15,000 വരെ 1 ലക്ഷത്തിന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കൊടുക്കുമ്പോൾ ആൾക്കാർ കൂടുതലായിട്ട് എന്ത് ചെയ്യും, ഫണ്ട് അവരെ വീട് വെച്ചിട്ടാണെങ്കിലും സ്ഥലം വിറ്റിട്ടാണെങ്കിലും എന്ത് ചെയ്യും, ഫണ്ട് കൊണ്ടുവന്നു തരും. ഇങ്ങനെ വലിയ എമൗണ്ടായി വലിയ രീതിയിൽ വളർന്ന് ഉഷാറായി പോകുന്ന സമയത്താണ് എൻ്റെ മെയിൻ പാർട്ണർ ഈ ഫണ്ട് ഒരു പെരുന്നാൾ സീസണിലേക്ക് 2 പ്രാവശ്യം വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട്. 2 വെള്ളപ്പൊക്കത്തിലേക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തിയപ്പോൾ ഒരു പെരുന്നാളിലേക്ക് സീസണിലേക്ക് കുറച്ച് ഫണ്ടൊക്കെ അത്യാവശ്യമാണെന്ന് പറഞ്ഞ് മാക്സിമം ഞാൻ ഫണ്ട് അറേഞ്ച് ചെയ്തു. ആ അറേഞ്ച് ചെയ്ത ഫണ്ടുമായിട്ട് അവൻ മുങ്ങുകയാണ് ചെയ്തത്. ആ മുങ്ങൽ ഇപ്പോൾ 7 വർഷം കഴിഞ്ഞു, ഇതുവരെ പൊങ്ങിയിട്ടില്ല. ഇപ്പോൾ ഇതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വിവാഹ ബിസിനസ്സിനെ കുറിച്ച് ചിന്തിപ്പിക്കാനും ഒക്കെ കാരണമായത്. അപ്പോൾ ഇന്ന് ഞാൻ വിശ്വസിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്നോട് പലരും പറയും അവനെക്കുറിച്ച് അന്വേഷിക്കാനും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, യഥാർത്ഥത്തിൽ അന്ന് എനിക്ക് വലിയൊരു മാനസികമായിട്ടുള്ള പ്രയാസം ഉണ്ടാക്കിയ ഒരു പ്രശ്നമാണെങ്കിലും ഇന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ വിവാഹ ബിസിനസ് ഇത്ര സീരിയസ് ആയിട്ട് ഏറ്റെടുക്കാനും ചെയ്യാനും പ്രവർത്തിക്കാനുമുള്ള പ്രധാന കാരണം ആ വ്യക്തി എന്നെ ചീറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വിജയത്തിൻ്റെ പ്രധാന പങ്ക് അദ്ദേഹത്തിനോട് കൂടിയുള്ളതാണ്. അടിപൊളി. ഇതാണ് നമുക്കൊരു ബിസിനസ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്നത് അല്ലേ. ഇനി സാറിൻ്റെ അടുത്തൊന്നും അറിയാനുള്ള കാര്യം, അറിയാം സാറിന്റെ മദറിന് ഐപ്പിൾസ് കൊടുത്തു, അതുവഴിയാണ് ബിസിനസ്സിൽ എത്താനുള്ള കാരണം. പക്ഷേ ഒരു 92 ലക്ഷം കടക്കാരന്റെ ഒരു കടമുള്ള ഒരു വ്യക്തിയുടെ വാക്കുകൾ കുടുംബം എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും? അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഉള്ള ഒരു സങ്കടമാണ്, നമ്മൾ ഒരാളോട് ബിസിനസ് പറയുമ്പോൾ അവർക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ സാറിന്റെ ഒരു ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ ആ ഒരു 92 ലക്ഷം കടമുള്ള വ്യക്തി എങ്ങനെയാണ് സ്വന്തം വീട്ടുകാരെയും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളെ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയെ എങ്ങനെ സാറിന് ബോധിപ്പിക്കാൻ പറ്റി? ആ ഒരു 92 ലക്ഷം കടയുള്ള ഒരു വ്യക്തിക്ക് ഇൻഡസ് വിവ എന്ന ഒരു ഓപ്പർച്യൂണിറ്റിയെ എങ്ങനെ ആ അവസരം മറ്റുള്ളവർക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റി? വീട്ടുകാരെ ഞാൻ ബോധിപ്പിച്ചിട്ടൊന്നുമില്ല. കാരണം വീട്ടുകാരുണ്ടാക്കിയ കടയെല്ലാം എനിക്കല്ല ബോധ്യമുണ്ട്, ഞാൻ ഉണ്ടാക്കിയതാണ്. ഒന്ന്. രണ്ടാമത്, എനിക്ക് എന്നെ ഭയങ്കര വിശ്വാസം. ഇനി ആരെന്നെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് അവരെ ബന്ധപ്പെട്ട കാര്യമല്ലേ. എനിക്ക് എന്നെ വിശ്വാസമുള്ളത് കൊണ്ട് എന്നെ സംബന്ധിച്ച് ആരെന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും എന്നെക്കുറിച്ച് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഓക്കെയാണ്. ഒരാൾ പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ നെഗറ്റീവ് ആവുകയോ ഇനി ഒരാൾ പൊക്കി പറയുന്ന പേരിൽ ഞാൻ പോസിറ്റീവായി മാറുക, അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല. എനിക്കറിയാം ഞാൻ എന്താ ഉള്ളത്. ഒന്ന്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആരോട് ബിസിനസ് അവസരം പറയുമ്പോഴും അവർ നോ എന്ന് പറഞ്ഞാൽ എനിക്ക് നോ ആവശ്യമില്ല. ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ പാർട്ട്നേഴ്സിനെ കിട്ടണമെങ്കിൽ യെസ് പറയുന്ന 2 ആൾ വേണ്ടേ. ഞാൻ ഈ 2 ആൾ അന്വേഷിച്ചാൽ പോകുന്നത്. 2 ആൾ അന്വേഷിച്ച് പോകുമ്പോൾ നോ പറയുന്ന ആൾക്കാർ അത് എൻ്റെ ആൾക്കാരല്ല. ഞാൻ അവരെക്കുറിച്ച് ചിന്തിക്കാറുമില്ല. ചിന്തിച്ചിട്ടുണ്ട്, എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എൻ്റെ പഠിച്ചോനെ ദൈവമേ
മാസം 10 ലക്ഷം വരുമാനം കിട്ടുന്ന ഒരു അവസരം എനിക്ക് ദൈവം തന്നു. അൽഹംദുലില്ലാ, ഗുഡ്, താങ്ക്സ് ഗോഡ്. ഈ പൊട്ടനെ കിട്ടിയില്ലല്ലോ, ഈ പൊട്ടത്തേക്ക് മനസ്സിലായില്ലല്ലോ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പോസിറ്റീവാണ്, നമ്മൾ അവരെക്കാൾ ഒരുപടി മുമ്പിലേക്ക് എത്തുകയാണ്. ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എനിക്ക് ഒരാൾ നെഗറ്റീവ് പറഞ്ഞ പോലെ അത് അവരെ കാര്യം, എനിക്ക് എന്നെ സംബന്ധിച്ച് വിജയിച്ചേ പറ്റൂ. ഒന്ന്. രണ്ടാമത്, ആളുകളോട് എങ്ങനെ കൺവിൻസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ആളുകളെ മുമ്പിൽ വെച്ച് ചോദിക്കും. ഞാൻ പണ്ട് മുതലേ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇപ്പോഴും ഞാൻ ചോദിക്കാറുണ്ട്. ഈ മാസം 10 ലക്ഷം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന മുതൽ മുടക്കില്ലാത്ത വേറെ എന്ത് അവസരങ്ങൾ മുമ്പിലുണ്ട്? അതവർ ചിന്തിപ്പിക്കും. ഒന്ന്. രണ്ടാമത്, ഞാൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ഏറ്റവും വലിയ ഫണ്ട് പൈസ ഉണ്ടാക്കണമെങ്കിൽ കള്ളക്കടത്ത് നിർത്തണം. മോഹൻലാൽ പണ്ട് സിനിമാസിന് പറഞ്ഞ മതി, എന്തുകൊണ്ട് നടത്തുന്നത് ചോദിച്ചാൽ ചോദ്യം നമ്മൾ കേട്ടില്ല. കള്ളക്കടത്ത് നിർത്തണം. കള്ളക്കടത്ത് നടത്തിയാലും അഥവാ ഇല്ലീഗലായിട്ട് ഫണ്ട് ഉണ്ടാക്കിയാലും അത് വൈറ്റ് മണി അല്ല, നാളെ പണി കിട്ടും. ഉണ്ടാക്കിയാലും അത് ഉണ്ടാക്കാൻ ലിമിറ്റും ഉണ്ട്. പക്ഷെ വിവയിൽ എത്ര ആണെങ്കിലും ഉണ്ടാക്കാം, അത് ലീഗലായിട്ട്. മാസം ഒരു സീറോ വാങ്ങാൻ എളുപ്പമുണ്ടല്ലോ, 2-3 സീറോ വാങ്ങാൻ എളുപ്പം വരികയും ചെയ്യും, നമുക്കൊക്കെ കിട്ടുകയും ചെയ്യും. അപ്പം ഇങ്ങനെ വരുവാണെങ്കിൽ വേറെ എന്ത് അവസരം? ഇതും അവരെ മുമ്പ് നോക്കി പറഞ്ഞു കൊടുക്കും. 92 ലക്ഷം കടമുള്ള സമയത്തും ഒരാളെ മുമ്പിൽ ഞാൻ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് 110% ഉറപ്പാണ് ഞാൻ വിജയിക്കും എന്നുള്ളത്. പറയാനുള്ള കാരണം, ഞാൻ എൻ്റെ വൈഫിൻ്റെ വീട്ടിലേക്ക് സൽക്കാരത്തിന്, കല്യാണം കഴിഞ്ഞ ഉടനെ 6 മാസം കഴിഞ്ഞ് ഗൾഫിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ സൽക്കാരം കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അവരെ വിളിക്കും, ഞാൻ പോകില്ല. വീട് തുടങ്ങിയ സമയത്ത് തിരിച്ചു വന്നപ്പോഴങ്ങനെ തന്നെയാണ്, നമ്മൾ ഇത്രയും പ്രശ്നമായി നിൽക്കുകയല്ലേ. കാരണം അവസാനം ഒരു നിർബന്ധമായിട്ട് പോകേണ്ട ഒരു സൽക്കാരം വന്നപ്പോൾ ഞാൻ അവളെ വീട്ടിൽ തന്നെ ആയപ്പോൾ ഞാൻ ചെയ്തു, അങ്ങോട്ട് പോകുന്ന സമയത്ത് എൻ്റെ വണ്ടി റൗണ്ടിൽ, അഥവാ 3-4 ബൈക്ക് ആളുകൾ വന്നിട്ട്, ഒരു ബൈക്ക് 2 പേരാന്ന് തോന്നുന്നു, എന്നെ പിടിച്ചു വെച്ചിട്ട് തെർമോക്കോളെ കത്തി കൗത്തിൽ വെച്ചിട്ട് അർത്താളം എന്നൊക്കെ പറഞ്ഞു. അന്ന് ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഇൻഡസ്വാന കമ്പനി വർക്ക് ചെയ്യുകയാണ്, നിങ്ങൾ ഇപ്പം എന്നെ വിടുകയാണെങ്കിൽ നിങ്ങൾക്ക് മാത്രമല്ല ഒരുപാട് ആൾക്കാരെ കടം എനിക്ക് വീട്ടാൻ പറ്റും, അതെനിക്ക് ഉറപ്പിട്ട്. ഞാൻ പറയാനുള്ള കാരണം, ആ സാഹചര്യത്തിൽ എനിക്ക് 100% ഉറപ്പാണ് എൻ്റെ കടം ഇവരുടെ വീട്ടു എന്നുള്ളത്. ഞാൻ നടന്നിരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു ചെറിയൊരു കീസിൽ കുറച്ച് മുളക് പൊടിയും, ആ മുളക് പൊടിയിലേക്ക് കുറച്ച് എന്താ പറയുക, മണലൊക്കെ മിക്സ് ചെയ്ത്, കാരണം എവിടെയെങ്കിലും ആരെങ്കിലും പണി തരികയാണെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ആർക്കെ സാറേ, നമ്മുടെ രാജ സാറേ, ഒരു പിന്നെ നമ്മളൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഇപ്പോൾ നമ്മൾ HLS എന്നൊക്കെ പറയുന്ന മാതിരി, അന്ന് KYP എന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കോട്ടക്കൽ വെച്ചിട്ട്. ആ പ്രോഗ്രാമിന് പോയ സമയത്ത് ഏതോ ടീം എന്നെ പിടിച്ച് ഇങ്ങനെ കൊണ്ടുപോയി ഇൻസ്റ്റോ ചെയ്ത്, എന്നെ നമ്മൾ ഇൻസ്റ്റോ സെറ്റപ്പ് നിൽക്കുകയാണ്, കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് എൻ്റെ അക്കൗണ്ട് ത്രൂ എന്തൊക്കെയോ ചെയ്തിട്ട് അവർ 5 ലക്ഷം രൂപ എന്നോട് വാങ്ങിക്കൊണ്ടുപോയിട്ടുണ്ട്. ആരാണെന്ന് പോലും എനിക്കറിയില്ല. ഇപ്പോഴും ഏത് പൈസ കൊടുക്കാനുള്ള ടീമാണെന്ന് ഒരു കണക്കിൽ പോലും എഴുതാൻ പറ്റിയിട്ടില്ല. അതിപ്പോൾ അടുത്താണ് ഞാൻ കൊടുത്ത് കിട്ടിയത്. ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു അവസ്ഥ ഇങ്ങനെ ആയിരുന്നു. പക്ഷേ ഈ സാഹചര്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇൻഡസ്ട്രി ഉണ്ട്, എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടൊരു പോസിറ്റീവായിരുന്നു എനിക്ക് അന്ന് മുതലേ തന്നിട്ടുള്ളത്. പല ആളുകൾക്കും ഈ അവസരത്തെക്കുറിച്ച് അറിയില്ല, മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. 2 ആളോട് പറയും, നോന്ന് പറയും, സാറേ ആരും അറിയുന്നില്ല, ആരും കേൾക്കുന്നില്ല. ഇങ്ങനെ ഈ ബിസിനസ് അറിയാത്തതുകൊണ്ടാണ്. ഓക്കെ, എത്രാമത്തെ അറ്റംപ്റ്റിന് ശേഷമാണ്, അല്ലെങ്കിൽ എത്ര പേരോട് ബിസിനസ് പറഞ്ഞതിന് ശേഷമാണ് ഒരു വ്യക്തി ആദ്യമായിട്ട് സാറിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഞാൻ പിന്നെ 22ാമത്താണ് എൻ്റെ ഓർമ്മ, ഫസ്റ്റ് ഒരാളിനെ കൂടി ബിസിനസ്സിലേക്ക് വരുന്നത്. ആ വന്ന ആൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എനിക്ക് ആരും ക്ലോസ് ആകാതെ ഞാൻ എല്ലാ പ്രോഗ്രാമിനും പോകുമ്പോൾ അന്ന് അരിസാറോട് ഞാൻ എൻ്റെ സങ്കടം പറഞ്ഞപ്പോൾ അരിസാർ പറഞ്ഞു, എല്ലാ പ്രോഗ്രാമും അരിസാർ പങ്കെടുക്കുന്ന എല്ലാ പ്രോഗ്രാമിനും വരണമെന്ന് പറഞ്ഞു, VOP. അപ്പോൾ ഞാനിങ്ങനെ പോവും, ഞാൻ തിരിച്ചു വരും, പക്ഷേ ഒന്നും നടക്കുന്നില്ല. സാറെ കണ്ടിട്ട് പോകാമെന്ന് പറയും, സാറെ കണ്ട് കൈ കൊടുക്കും, പോരും. ലാസ്റ്റാണ് ഞാൻ പോരുക, ഏറ്റവും ലാസ്റ്റാണ് പോരുക, നേരത്തെ എത്തുകയും ചെയ്യും. പതിയെ ഇങ്ങനെ കേട്ട് VOP ഇങ്ങനെ കേട്ട് പതിയെ എന്തായി, ഇതൊരു ആളുകളെ ക്ലോസ് ചെയ്യണം എന്നുള്ള നിർബന്ധത്തിലേക്ക് വരാൻ തുടങ്ങി. കാരണം ഞാൻ അറിയുന്ന ഒരാൾ ബിസിനസ്സിൽ വന്ന് ക്ലോസ് ആയത് ഞാൻ കണ്ടു, ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടല്ല, അതോടുകൂടി ഭ്രാന്തായി. അങ്ങനെ ഒരു ക്ലോസിങ്, എന്നിട്ടും ആ ഒരു ഫണ്ട് ഇറക്കുന്നില്ല. ഫസ്റ്റ് ക്ലോസിങ് നടക്കുന്നത് എൻ്റെ വീട്ടിൽ അനിയന് കല്യാണം ആലോചിച്ച് വന്ന ബ്രോക്കറാണ് ക്ലോസ് ചെയ്യുന്നത്, ഒരു പരിചയമില്ലാത്ത ആൾ. അയാളാണെങ്കിലോ 5 പൈസ ആളെ കയ്യിലുമില്ല. അയാളെ കൊണ്ട് ഞാൻ കൂടെ നിന്ന് 4 പ്രൊഡക്റ്റ് ഒരാഴ്ച കൊണ്ട് വിൽക്കാൻ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ ID തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അത് വിൽപ്പിച്ച്, വീണ്ടും നെക്സ്റ്റ് വീക്ക് വീണ്ടും എന്ത് ചെയ്തു, 5 പ്രൊഡക്റ്റ് വിൽപ്പിച്ച്, ഇങ്ങനെ അയാളെ കൊണ്ട് വിൽപ്പിച്ചിട്ട് അങ്ങനെയാണ് ഫസ്റ്റ് എൻ്റെ ID വരുന്നത്. 22ാമത്തെ ആളാണ്, 23ാമത്തെ ആളാണ് ആ വ്യക്തി. അവിടെ നിന്ന് അങ്ങോട്ടാണ് പിന്നെ എനിക്കിത് മനസ്സിലാവുന്നത്, ഇങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റും, ബിസിനസ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ. ഓക്കെ, ഞാൻ സാറിന്റെ ക്വാളിറ്റിയിൽ ഒരു എപ്പോഴും കാണാറില്ല, അല്ലെങ്കിൽ അത്ഭുതത്തോടെ വീക്ഷിക്കാറുള്ള ഒരു കാര്യമാണ് റിട്ടൻഷൻ. അതായത് ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ സാർ അടിപൊളിയാണ്. അതിനെക്കുറിച്ചിട്ട് എപ്പോഴും ടീം അംഗങ്ങളോടും മറ്റുള്ളവരോടും സാർ പറഞ്ഞു കൊടുക്കാറും അത് തന്നെയാണ്. ഹ്യൂമൻ മാനേജ്മെന്റ് ആണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. ഒരു പക്ഷേ നമുക്ക് മറ്റുള്ളതൊന്നും എങ്ങനെയാണ് ഈ മനുഷ്യന്മാരെ ഇത്ര ഭംഗിയായിട്ട് മാനേജ് ചെയ്യാനും ഇങ്ങനെ ഒരു റിട്ടൻഷൻ നിലനിർത്താൻ പറ്റുന്നത് വേണ്ട, അതിന്റെ സീക്രട്ട് ഒന്ന് പറഞ്ഞുതരാം. നിങ്ങൾ അടിപൊളിയാന്നൊക്കെ പറഞ്ഞാലും എനിക്ക് ഞാൻ അടിപൊളിയായി തോന്നിയിട്ടൊന്നുമില്ല ആ വിഷയത്തിൽ. എന്നാലും എൻ്റെ തോന്നിയൊരു കാര്യം പറയാം, എൻ്റെ ഉള്ളിലുള്ള കാര്യം. ഞാനെന്ന വ്യക്തി ഈ ബിസിനസ്സിൽ കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് എൻ്റെ അവസ്ഥ എന്താ എനിക്കറിയില്ലായിരുന്നു. ഇത് നിങ്ങളോട് സംസാരിക്കാൻ ഉണ്ടാവുമെന്ന് പോലും എനിക്കറിയില്ല. കാരണം എൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു. ഒരാൾ എന്നെ അംഗീകരിക്കാൻ തയ്യാറില്ല, അനുസരിക്കാൻ തയ്യാറില്ല. അറിയുന്ന ആളുകളോട് പോലും ഞാൻ ഫോൺ വിളിച്ചാൽ പോലും എൻ്റെ മുമ്പ് ആൾക്കാർ കട്ട് ചെയ്യും. കാരണം ഞാൻ പൈസ കടം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു പരിഹസിക്കപ്പെടുന്ന മറ്റൊരു വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു എൻ്റെ ലൈഫ് ഉണ്ടായിരുന്നു ഈ കടത്തോട് കൂടിയിട്ട്. അന്ന് ഈ ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടി എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫിൽ മൊത്തം ഒരു പുതിയൊരു ജീവിതം എനിക്ക് തന്നിട്ടുള്ളത്. ഓരോ ആളുകളും ഈ അവസരത്തിലേക്ക് വരുന്ന ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും എനിക്ക് എൻ്റെ സ്വന്തം പാർട്ണേഴ്സാണ് അവർ. ഒരു പാർട്ണറെ ഞാൻ കാരണം ഒരിക്കലും അവർക്ക് അറിയാൻ ഉള്ളൊരിട ഉണ്ടാക്കില്ല എന്ന് എനിക്ക് നിർബന്ധമുണ്ട്.
കാരണം എൻ്റെ അവസ്ഥ പോലെ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. ചില ആൾക്ക് 5 ലക്ഷം കടമാണെങ്കിലും കടം അത് അയാൾക്ക് വലുതായിരിക്കും. 92 ലക്ഷം തന്നെ കടം വേണമെന്നില്ലല്ലോ പ്രശ്നം ഉണ്ടാവാൻ. അപ്പോൾ ഈ ഒരു ചിന്താഗതി എനിക്കുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ കാരണം ആർക്കും എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ, എനിക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് കൊടുക്കാനല്ലാതെ ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നതിന് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാലും ചില സമയത്തൊക്കെ വന്നിട്ടുണ്ടാകും, സ്വാഭാവിക മനുഷ്യന്മാരല്ലേ. എന്നാൽ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. ഓക്കെ സാർ, അവസാനം ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് നമുക്ക് സാറിന്റെ സെഷൻ അവസാനിപ്പിക്കേണ്ടതുണ്ട്. മതിയായിട്ടില്ല സത്യത്തിൽ, ഇനി കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്. എന്നിരുന്നാലും നമ്മുടെ സമയം പരിമിതമാണ്. അവസാനത്തെ ഒരു ചോദ്യം, ഈ ഒരു അബ്സല്യൂട്ട് ഫെയ്ത്ത് സാർ വളർത്തിയെടുത്ത ഒരു ക്വാളിറ്റിയാണ്. ഈ ഒരു വിശ്വാസത്തിലൂടെ സാർ ഇന്ന് ഒരു സ്വീറ്റ് റിവെഞ്ചിൽ നിൽക്കുമ്പോൾ, കാരണം 1,90,00,000 രൂപ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിക്ക് സ്വപ്നം കാണാൻ പറ്റുന്ന ഒരു പൈസയല്ല. അവിടെ എത്തി നിൽക്കുന്നു. ഒരു Audi Q3 പ്രീമിയം കാർ സാർ ഇപ്പോൾ സ്വന്തമായിട്ട് ഓൺ ചെയ്ത് നിൽക്കുന്നു. ഈ ഒരു സ്വീറ്റ് റിവെഞ്ചിൽ നിൽക്കുമ്പോൾ വാട്ട് യു ഫീൽ നൗ? നമുക്ക് എന്താ ഇപ്പോൾ സാറിന് ഫീൽ ചെയ്യുന്നത്? വിവക്കാരെ സംബന്ധിച്ചുള്ളത് ഒന്നൊന്നുമല്ല. ഓഫ്. ഞാനിപ്പോൾ കിട്ടിയതിനെ കുറിച്ചൊന്നും ഇപ്പോൾ സത്യം പറഞ്ഞാൽ കിട്ടിയവരെ നമ്മൾ ചിലവാക്കി പോയി. ഇപ്പോൾ ഞാൻ കുറച്ച് സ്ഥലം എടുത്തു, ഒരു കാർ എടുത്തു. ഇപ്പോൾ തൽക്കാലം ആ വീട് പണി കഴിയുന്നവരെ ഞാനൊരു വില്ലയിലാണ് താമസിക്കുന്നത്. ഇതൊക്കെ ശരിയാണ്. എന്നാൽ ലൈഫ് ഇന്ന് കളിയാക്കിയ ആളുകളെ മുമ്പിൽ നമുക്ക് പവർഫുള്ളായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്. നല്ലൊരു ക്വാളിറ്റിയോട് കൂടി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഒക്കെ സത്യമാണ്. പക്ഷേ ഞാൻ ഇൻഡസ്ട്രി കമ്പനിയിലുള്ളത്. അതുകൊണ്ട് തന്നെ കിട്ടിയതിനെ കുറിച്ചേ ചിന്തയില്ല. കിട്ടിയത് നമ്മൾ ചിലവാക്കി, പലതും ചിലവാക്കി കഴിഞ്ഞ് കുറേ ചിലവാക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇനി ഇതൊരു കിട്ടാൻ കിടക്കുകയാണ്. വലിയൊരു ടീമിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളും എൻ്റെ തുടക്ക സമയത്ത് ഞാൻ അധ്വാനിച്ച പ്രവർത്തിച്ച ലീഡേഴ്സിന്റെ കൂടെ നിന്നതിന്റെ ബെനിഫിറ്റ് എപ്പോൾ കിട്ടിക്കൊടുക്കുന്നത്. എനിക്ക് കിട്ടാൻ പോകണം അതിന് തന്നെയാണ്. ഇപ്പൊ ഇന്ന് ഞാൻ ഈ ബിസിനസ് ഇപ്പോഴും ഞാൻ ഈ ബിസിനസ് ഏറ്റവും സീരിയസ് ആയിട്ട് ഈ ബിസിനസിന്റെ കൂടെ നടക്കാനുള്ള കാരണം ഇനി എന്തോ കിട്ടാൻ കിടക്കുകയാണ്. അപ്പോൾ താങ്ക് യു വെരി മച്ച്. മതിയായില്ല പറഞ്ഞു. നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. അത് നമുക്ക് മറ്റൊരു അവസരത്തിലേക്ക് നമുക്ക് മാറ്റിവെക്കാം. കാരണം ഇന്നത്തെ മോർണിംഗ് മീറ്റ് നമുക്ക് ഇനി അടുത്ത സെഷനിലേക്ക് കിടക്കാനുണ്ട്. നിങ്ങളുടെ ചാറ്റ് ബോക്സ് സാറിനോടുള്ള നന്ദി സൂചകമായിട്ട് നിങ്ങൾക്ക് എന്താണോ അറിയിക്കാനെന്ന് അറിയട്ടെ. നമുക്കൊരു താങ്ക് യു പറയാം അല്ലേ? ഒരു ഹാർട്ട് ഫെൽറ്റ് താങ്ക് യു സാറിന് അറിയിക്കുകയാണ്. സാർ സ്ഥലത്തില്ല എന്നറിയാം. എന്നിരുന്നിട്ടും നമ്മളോട് സഹകരിക്കുകയും നമുക്ക് വേണ്ടി സമയം കണ്ടെത്തുകയും ചെയ്ത റാഷിദ് സാറിന് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി നമുക്കൊരു ഘട്ടത്തിലേക്ക് കടക്കാനുണ്ട് അല്ലേ? ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട എന്താ പറയേണ്ടത് അദ്ദേഹത്തെ കുറിച്ചിട്ട്. ഞാൻ ഈ ബിസിനസ്സിൽ വന്ന കാലം മുതൽ നമ്മൾ കാണുന്ന ഒരു പ്രോഗ്രാം, ഒരാഴ്ച പോലും വിടാതെ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് RK മെഗാ ബ്രേക്ക്ഫാസ്റ്റ് മോർണിംഗ് മീറ്റ് എന്ന് പറയുന്നത്. ഇത്രയും വർഷമായിട്ട് ഒരു സിസ്റ്റം നടന്നു പോകണമെങ്കിൽ ആ സിസ്റ്റത്തിന് ഒരു കപ്പിത്താൻ ഉണ്ടാവും അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഈ പറഞ്ഞ റാഷിദ് സാറിനെ അടക്കം ഇതുപോലെയുള്ള ഒരുപാട് ഡയമണ്ട്